Now that I've finally seen the GOAT live reviews on the main channel, I can watch this video of Najeeb and Prithviraj real journey. It'll be interesting to see now, knowing the story, how much is similar, what they changed or not changed, how much is really true. And I know that Prithviraj didn't meet the real Najeeb until he finished shooting. The last day of shoot, he met him for the first time. So that's very interesting. So let's have a look. And I think Prithviraj just nailed his performance. He looked like Najeeb. If you haven't seen the original video, I'll put the link to it in the description. You can check it out at Visual Romance channel. Let's have a look. ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാനൊരു അവസരം കിട്ടിയാൽ പോവും. Very interesting. Very interesting. നജീബൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഒന്നിനോടും ദേഷ്യമില്ല. നമ്മളിങ്ങനെ വിളിക്കും അല്ലെ കത്തെങ്കിലും വരുമെന്നും പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടെങ്ങും ഇതെന്ന് ഈ നോവൽ ഇറങ്ങിയ പിന്നെ ഇവരെല്ലാം ഫുള്ളായിട്ട് ഇതൊക്കെ അറിയുന്ന സംഭവം. കുടുംബം പോലും ഇത് വാപ്പിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ വിഷമാവുന്ന ദൈവം തെരഞ്ഞെടുത്ത ഗോഡ്സ് ചോസൺ വൺ. Why does it feel like Prithviraj's voice is dubbed? Or is it something mic issue? Isn't it just me? It feels like dubbed. It's not coming with real voice kind of. തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. Oh man, the similarities. സിനിമയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 യഥാർത്ഥ കഥാപാത്രങ്ങളെ, ജീവിച്ചിരുന്നതും ജീവിച്ചിരിക്കുന്നതുമായ കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചൊരു കഥാപാത്രത്തെ ഞാൻ നേരിൽ കാണുന്നത്. അതൊരു നടനെന്ന രീതിയിൽ ഭയങ്കര ഒരു ദൈവികമായ അനുഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. Maybe it's just him talking Malayalam I'm not used to. I don't know. Feels weird. Can we have like GOAT Life 2? So we see what happened to him after he came to India, how he, lived his life. 1991 ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ടാണ് ഞാൻ പോയത്. അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഒരാൾ വന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഏതാണ്ട് 14 വർഷക്കാരായി. 2008 ബ്ലിസച്ചേട്ടൻ ആദ്യമായിട്ട് എന്നോടിങ്ങനെ നമുക്ക് ഈ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ആദ്യത്തെ ചിന്ത ഇതെങ്ങനെയാണ് ഞാൻ ഈ കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ നജീബൊക്കെ വന്ന് കണ്ട് സംസാരിച്ച് നജീബൊക്കെ എന്താണ് ആരാണെന്ന് മനസ്സിലാക്കണോ, അതോ ബെന്യാമിൻ ചേട്ടൻ എഴുതിയ നജീബ് എന്ന കഥാപാത്രത്തെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? Yeah, because it's quite, I don't know how much, because I think in one of these videos only he said that I took his story but I added my own stuff, to make it a narrative for a novel, So yeah, it's interesting to follow the real life person or follow the character created in the book. ഇനി ബ്ലസ് ചേട്ടന്റെ മനസ്സിലൊരു നജീബുണ്ട്. ആ Of നജീബിനെയാണ് course, the director also. മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ഒടുക്കം ബ്ലസ് ചേട്ടന് ഞാനും കൂടെ തീരുമാനിച്ചാണ് ഈ എഴുതിയ പുസ്തകത്തിൽ നിന്നും ബ്ലസ് ചേട്ടൻ കണ്ട നജീബിൽ നിന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു നജീബിനെയാണ് ഞാൻ സിനിമയിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ നജീബാണ് സിനിമയിലുള്ളത്. ഞാൻ ആ സങ്കല്പിച്ച നജീബും യഥാർത്ഥ നജീബും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. വ്യത്യാസം എന്തായാലും ഉണ്ടാകും, കാരണം നമ്മൾ 2 വ്യക്തികളാണ് അല്ലേ. നജീബൊക്കെ അനുഭവിച്ച അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാനത് സങ്കല്പിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. അത് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നിരിക്കില്ല എന്നെനിക്കറിയാം, കാലഘട്ടം അതാണല്ലോ. അന്ന് അവിടെ എത്തിയപ്പോൾ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. ഒരു വാച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ചെന്ന് ഞാൻ ആ അനുഭവം ഈ എല്ലാം കണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ഈ മൈൻഡ് അങ്ങ് പോയി. അവിടെ ഒരു ഭീകരജീവിയെ പോലെ ഇയാളോട് നിൽക്കുന്നതും ഇയാളിത് ആടിനാണ് കാണപ്പോൾ തന്നെ എൻ്റെ ആ സ്വയബോധം കൂടുതൽ നഷ്ടപ്പെട്ടു പോയി. ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ, മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എല്ലാ ദിവസവും ഒരുപോലെയാണ്. എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നത് മരുഭൂമി വെളുപ്പാങ്കാലത്ത് ഒരുപോലെയാണ്. ഉച്ചയാകുമ്പോൾ ഇന്നലത്തെ ഉച്ച പോലെ തന്നെയാണ്. വൈകുന്നേരം That's why you lose, sense of time. You feel like time is passing by. You don't know when the first day happened, second day happened. Like, I think, used to happen in our childhood, right? In our, not childhood, whenever you have vacations, your holidays, you don't know it's Monday, Tuesday, which date, Suddenly you lose sense of time.
And that's what we even see in the film, that the character losing himself in all of this. ആകുമ്പോൾ ഇന്നലത്തെ വൈകുന്നേരം പോലെ തന്നെയാണ്. ഈ ദിവസങ്ങൾ മാറുന്നത്, ആഴ്ചകൾ മാറുന്നത്, മാസങ്ങൾ മാറുന്നതിനൊരു കണക്കുണ്ടായിരുന്നോ? ഒരു കണക്ക് ഒരു കണക്കുമില്ല. ഇല്ല. എനിക്ക് അതാണ് അറിയേണ്ടത്. സമയം മുന്നോട്ട് പോകുന്നുണ്ടോന്ന്. ഒരു അസ്തമിക്കുന്ന പോലെ ഉദിക്കുന്ന അസ്തമിക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. There's no, you cannot track it, right? എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്കിനി ഇവിടുന്നൊരു രക്ഷപ്പെടൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയത്? ഇനി ഞാൻ ഇവിടെ തന്നെ ആയി പോകുമോ എന്നുള്ള ചിന്ത വന്നു തുടങ്ങിയത്. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്ത മാത്രമല്ല എനിക്കുള്ളത്. രക്ഷപ്പെടുത്തില്ല എന്നറിയാറ് അറിയാതെ പിന്നെ ഞാൻ ഇനി വിളിക്കാനുള്ള ദൈവങ്ങളൊന്നുമില്ല. എല്ലാ You ever seen like വിളിച്ച് അവിടുത്തെ ആ ജീവിതത്തിനെക്കാട്ടി നല്ലൊരു മരണമായിരുന്നു. അത് ഒരുപാട് വട്ടം താഴെ കിടന്നിട്ടുണ്ട്. എന്തെങ്കിലും കടിച്ച് മരിക്കട്ടെ അങ്ങനെ എന്നിങ്ങനെ എണീക്കുന്നത്. പിന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം ചിന്ത വരുന്നത്. എൻ്റെ ഭാര്യ അമ്മയെ വരുമ്പോൾ 8 മാസം ഗർഭിണിയായിരുന്നു, പ്രസവിച്ചോ ഇരിയോ എന്നുള്ള ആ ചിന്തയാണ് മനസ്സിലാണ്. അങ്ങനെ പോയ ആള് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ച എന്തോന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ വിളിക്കും അല്ലെ കത്തെങ്കിലും വരുമെന്നും പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടെങ്ങും ഒരിതുമില്ല. അങ്ങനെ എനിക്ക് അങ്ങ് ടെൻഷൻ കയറുകയും ഭയങ്കര പ്രശ്നമൊക്കെ ആയി. ഒരു ദിവസം രാവിലെ രാത്രി ചടന്ന് രാവിലെ എണീക്കുമ്പോൾ പിന്നെ പൊടിയും മണ്ണുമായിട്ട് മൊത്തം 7-10 മരുവിലെ കാറ്റ് കണ്ടു. I like him also asking those questions. Oh my God. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ ഈ സിനിമ എടുക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചതോ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകനിലേക്ക് എത്തുന്നതോ ഒന്നും നജീബൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു 1% പോലും ഞങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. I wonder if at this point he has seen the film or not. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അറിയോ, മരിച്ചു കളയാമെന്ന് പറഞ്ഞ് താഴെ കിടന്ന ഒരാൾ ഓരോ പുലർച്ചയും വീണ്ടും ഉടണമെങ്കിൽ ഈ കഥ പറയാൻ ദൈവം ബാക്കി വെച്ചതായിരിക്കും അല്ലേ? ലോകത്തോട് ഈ കഥ പറയാൻ വേണ്ടി ദൈവം ഒക്കെ ബാക്കി വെച്ചതാണ്. അപ്പൊ ഈ കഥ ഇറങ്ങിയതിൽ പിന്നെ ഞാൻ ഇനി കാണാത്ത സാധനങ്ങളൊന്നും ഇല്ല, ആൾക്കാരുമായിട്ട് പരിചയപ്പെടാത്ത ആൾക്കാരും ഇല്ല. അറിയാൻ എനിക്കൊരു അനുഭവം പിന്നെ എനിക്ക് ഉണ്ടായല്ലോ. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അതായത് നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്ത് Like finding some graceful thing in all of this, what happened, that led to him being, becoming immortal in a sense. His story, his life becoming immortal because it's in a part of a book. Now it's part of a film, So now so many people know Najeeb, and that's it's a dark fate, right? The fate is like that. It happened to him, very horrible thing happened, but that's what life is, I guess. ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, ഇതുപോലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും അല്ലേ? അതിൽ ഒരാളെ ദൈവം തിരഞ്ഞെടുത്തു, ഈ കഥ പറയാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരു കണക്കിന് നോക്കിയാൽ ഈ ദൈവം തിരഞ്ഞെടുത്ത ഗോഡ്സ് ചോസൺ വൺ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു കളയാം എന്നുള്ള ചിന്ത വന്നിട്ടില്ലേ മനസ്സിൽ? എന്നിട്ടുണ്ട്. പക്ഷെ ഇവനെ കൊന്നിട്ട് എനിക്ക് പോകാന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം I was thinking why he's not doing that. I was really thinking in the movie. കിടക്കണമല്ലോ എന്നുള്ള ചിന്ത പിന്നെ അന്ന് മനസ്സിൽ വരുമോ? അന്നേരം ഞാൻ ഓർക്കുന്നത് എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നല്ലോ, ഞാൻ എന്തായി പ്രസവിച്ചോ ഇല്ല എന്നുള്ള ഒരു ചിന്ത അന്നേരം മനസ്സിൽ വരുമോ? ഇങ്ങനെ മരിക്കണം തോന്നുമ്പോഴൊക്കെ ഈ കാര്യം ഓർമ്മ വരുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ മച്ച ഓടുന്നതായിട്ടും ഭയങ്കരമായിട്ടും ഇങ്ങനെ ദീശയൊക്കെ വളർത്തി പിന്നെ ഇതായിട്ടേക്കുന്ന അവരുടെ ഈ അറബികളുടെ വേഷം അതങ്ങ് മുഷിഞ്ഞ് നാറി എൻ്റെ അടുത്ത് വന്ന് വെള്ളം ചോദിച്ച്. ഞാനപ്പം വെള്ളമായിട്ട് വരുമ്പോൾ ആളില്ല, ഓടുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. ഞാൻ ഈ കഥാപാത്രത്തിന്റെ ഒരു മാനസികമായിട്ടുള്ളൊരു 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പോവാണ്. ഒന്ന്, അവിടെ എത്തി ആദ്യത്തെ കുറെ ദിവസങ്ങൾ നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവുക നിസ്സഹായാവസ്ഥയായിരിക്കും അല്ല. ഭാഷ പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഇവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഭീകരമായ നിസ്സഹായാവസ്ഥയായിരിക്കും ആദ്യം അനുഭവിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കരമായ ദേഷ്യം വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒക്കെ പറഞ്ഞ കൊന്നു കളയാൻ തോന്നിയത് അത് ഏറ്റവും സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ വികാരമാണ്. ഭയങ്കരമായ ദേഷ്യം വന്നിട്ടുണ്ടാവും. ഞാനിനി ഈ മൃഗങ്ങളിൽ ഒരാളായി
ഇനി എൻ്റെ ജീവിതം ഇതാണ്, ഞാൻ ഇതാണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിച്ചൊരവസ്ഥ ഉണ്ടായോ? അതെ. അപ്പോ ഇനി ഞാൻ ഇവിടെ, ഇനി ഞാൻ ഇവിടെ തന്നെ ഈ മൃഗങ്ങളിൽ ഒരാളാണ് ഞാൻ എന്ന് സ്വയം പറഞ്ഞു. മനസ്സിലാക്കാൻ തോന്നി. അപ്പോൾ ഈ ഈ ഈ മൃഗങ്ങൾക്കിടയിലൂടെ ഈ മൃഗങ്ങളുടെ മണം എനിക്ക് തോന്നിയതാ. ഞാൻ ഈ കുറേ 100 ആടുകളുടെ ഇടയിൽ ഞാൻ ഇരുന്നിട്ടുള്ള കുറേ സീനുകളുണ്ട്. ഞാൻ ആദ്യം 2019 ആദ്യമായിട്ട് ആ സീൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ അറപ്പും, കാരണം ഇതിന്റെ ഒരു നാറ്റവും ഒക്കെ ഉണ്ടല്ലോ. There was this, I think, scene in before he runs away, or yeah, he's just between them. I think he's saying goodbye. He's just, feeding them and just around them, hugging them. And I felt, how did Prithvi do this scene? It's like, how much time would have spent with those goats to be, comfortable doing it, and then do it in a, performance, in a character you're playing. That was fascinating. And I'm happy that I'm watching this, after I've seen the film, because now all of these things make more sense. അറപ്പും ഒക്കെ തോന്നലുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആലോചിക്കുക, അവസാനം 2022 ഞങ്ങൾ ആ സീൻ എടുത്തപ്പോൾ എനിക്ക് ആ മണം എനിക്ക് അറിയുന്നില്ല. കാരണം കുറേ നാളുകൾ, മാസങ്ങളോളം അവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ ആയെങ്കിൽ യഥാർത്ഥ നജീബ് എന്തായിരുന്നിരിക്കും എന്നുള്ളതിന്റെ ഒരു ചിന്ത എനിക്കുണ്ട്. അപ്പൊ ശരിക്കും മൃഗങ്ങളിൽ ഒരാളായി. എനിക്ക് പിന്നെ ആ മണമൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, അവരുമായിട്ടൊക്കെ ആയിരിക്കും വർത്തമാനം കൂടുതൽ പറയുന്നത്. ഇപ്പൊ തന്നെ ഈ മറ്റു 2 ആടും ഉണ്ടായിരുന്നു, ആണും പെണ്ണും ഉണ്ടായിരുന്നു. അതെ. ഇവിടെ ഇപ്പൊ ഒരു 100 ആളിന്റെ കൂടെ ഒരു 10 എണ്ണം കാണും വലിയ. ഇതിനെ തീറ്റ കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ഇതിന്റെ ഒരു ഇടി കിട്ടി കഴിഞ്ഞാൽ അന്നേരം താഴെ വീഴും. കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അന്നേരമൊക്കെ നമ്മുടെ ചിന്ത മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പരുക്ക് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു വൈയായിക വന്നാൽ അവിടെ എന്തായിരുന്നു ചെയ്യുന്നത്? എന്തും ചെയ്യാനില്ല. ഒരു പനി വന്നാൽ എന്ത് ചെയ്യും? പലിശ പോകും. അപ്പൊ ഈ അവിടെ ഉണ്ടായിരുന്ന ഈ കാലം മുഴുവൻ അങ്ങനെ ഒരു ആപത്ത്. എനിക്ക് ഇവിടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇച്ചിരി മഴ നനഞ്ഞ ഉടനെ പനി പിടിക്കും. അന്ന് അവിടെ മഴ നനഞ്ഞിട്ടും ചൂട് നനഞ്ഞിട്ടും ഒരു പനിയോ തലവേനോ ഒന്നും വന്നിട്ട് അതിന് ദൈവം എന്നുള്ള അല്ല വേറെ എന്താ അങ്ങനെ സംഭവം എനിക്ക് ഉണ്ടായത്. അത് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ ഇത്. നാട്ടിലൊരു മഴ വന്നു പോയെങ്കിൽ ഞാൻ അന്നേരം പോയി. നാട്ടിലൊരു മഴ വന്നാൽ പനി പിടിക്കുന്ന ആൾക്ക് ആ മരുഭൂമിയിൽ ഈ മണൽക്കാറ്റിലും ചൂടിലും തണുപ്പത്തും ഒരു പനി വന്നു എന്നെ രക്ഷപ്പെടുത്താനും ദൈവത്തിന്റെ കഴിവ്, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തലേ അവിടെ ആരും വന്ന് എത്തുകൊടുത്തില്ല ആ ഭാഗത്ത്. ഈ ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാന്ന് തോന്നുന്നു. അതായത് ഈ ദൈവം തെരഞ്ഞെടുത്ത ആൾക്കാരെന്ന് പറയില്ലേ? ദേഷ്യമുണ്ടോ ഇപ്പൊ? ഇല്ല. ഉള്ളില് ആരോടെങ്കിലും ഇല്ല, ഒന്നിനോടും ദേഷ്യമില്ല. എനിക്ക് ഇപ്പോഴും അതിനോട് ദേഷ്യം അല്ല, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ജീവിതത്തിന്റെ ഒരു വലിയ കാലയളവ് ഞാൻ ഇത്ര അനുഭവിച്ചു എന്നുള്ളതിനോട് ദേഷ്യമുണ്ടോ? പക്ഷെ അന്ന് ഇപ്പൊ എനിക്ക് ഞാനിവിടെ ഈ നോവൽ എഴുതിയാൽ പിന്നെ ഞാനും അതിനെക്കാട്ടി ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിന് ദേഷ്യം പോയി. ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല. ഒരു പേടി സ്വപ്നമാണ്. അതെ, അതൊരു പേടി സ്വപ്നം തന്നെ. ഇനി പോകത്തില്ല അവിടെ. ഞാനിപ്പോ ബെറിൽ ചെന്നിട്ട് ഈ വല്ല കച്ചവയ്യുന്ന ഈ പാട്ടൊക്കെ പറക്കുന്ന ജോലിയായിരുന്നു അവിടെ. എനിക്കറിയാം, എനിക്ക് സ്വർഗം കിട്ടിയ ജോലിയാണ് അവിടുത്തെ അപേക്ഷ. ഇപ്പോഴും സ്വപ്നം കാണാറുണ്ടോ? ആടുകളെയും മരുഭൂമിയൊക്കെ ഉണ്ട്. ആ അവിടുത്തെ ആടുകളെയും അവിടുത്തെ മണങ്ങളും അവിടുത്തെ ഭക്ഷണവും ഒക്കെ അത് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നോവല് ഇതെന്ന് ഈ നോവൽ ഇറങ്ങിയ പിന്നെ ഇവരെല്ലാം ഫുള്ളായിട്ട് ഇതൊക്കെ അറിയുന്ന സംഭവം. കുടുംബം പോലും ഭാര്യ പോലും ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം അവിടെ നടന്നതൊക്കെ. സംഭവം നടക്കുമ്പോൾ ഞാൻ തീരെ കുഞ്ഞാണ്, 2 വയസ്സുള്ള പ്രായം. അന്ന് നടന്ന സംഭവങ്ങളൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഇപ്പം നോവല് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു കഥ നടന്നു, ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് തന്നെ അറിയുന്നത്. വാപ്പിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ വിഷമാവുന്ന കരുതി ആയിരിക്കും. തുടക്കം പോലെ ആദ്യം അവസാനം വരെ നോവൽ വായിച്ച് കരഞ്ഞു പോയത് ശരിക്കും. അച്ഛൻ ഇങ്ങനെ ഒരു വളരെ സ്പെഷ്യൽ മനുഷ്യനാണ് എല്ലാവർക്കും അറിയാം. ഞാന് ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ സങ്കല്പത്തിലെ നജീബിനെ ഞാൻ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ അഭിനയിച്ച നജീബും ചേട്ടനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. പക്ഷെ ഞാൻ അഭിനയിച്ച നജീബ് ചിന്തിച്ചതും ചേട്ടൻ ചിന്തിച്ചതും ഒരുപാട് അടുപ്പമുണ്ട്. Prithvi looks so different right now in the film.
No subtitle for that. Okay. All right. So that was again, that fascinating complexity that he went through something so bad, but now because of that, today, a book is written, a film is exists of his on his life, what he went through. Like, as I said, he became immortal from someone who wanted to die to becoming immortal, forever. Such a fascinating concept and complex idea that, like, would you in the beginning, if you had option, you go through all this and you become famous like this, or none of this happens and you never become famous? Like, what do you choose? It's such a complicated thing, and just after watching the film, it's a person went through, and we didn't even see the full scope of what he went through. I know scenes were cut and no one has something different ideas, and I'm sure there's so much, what he went through cannot be maybe written, or doesn't recollect that, or he doesn't want to share everything. Maybe some things he kept within him. But to have seen now what he went through, that too because of a mistake, or I don't know if you call it mistake or intentionally, he was taken and kind of kidnapped and he was forced there to work, and I think he said Bahrain he worked, I think so. That means he came back to India, then again went, like, oh my god, the courage. As I said, we need a good life too. What happened afterwards? It's not easy to go through all that and then just come home and everything is normal. Nothing is normal, Maybe the process of the book, writing the book and everything. I don't know. There's just an idea, or maybe we can let a video of that also explaining. There's a book has that. If any of you have read it, let me know. But this is, yeah, incredible journey. Not a perfect film though. I have talked about my review. You can check it out. But do let me know your thoughts in the comments below, and you can check out this video next. And I will see you next time.